നമ്മുടെ മഴപ്പാട്ട് റൗണ്ട് MJ അങ്കിളുടെ ഒരു പാട്ടിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ രാക്കിളി തന്നെ ഒരു 2 ലൈൻ പാടുമോ? ഈ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇല്ലേ, എങ്ങനെയാണ് ഇത് MJ അങ്കിൾ തന്നെ പാടുന്നു എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലേക്ക് എങ്ങനെയാ എത്തിയത്? അതിന് കാരണം ഞാനല്ല, അത് കമൽ സാറാണ്. കാരണം ഇത് പാടണം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. ശരിക്കും ഹരിഹരൻ സാറിന് പാടണം, അല്ലെങ്കിൽ ഉസ്താദ് റാഷിദ് ഖാൻ സാർ അദ്ദേഹം പാടണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് എന്ന് ആദ്യത്തെ ഒരു ഹമ്മിങ് വരുന്നത് തന്നെ ശരിക്കും അദ്ദേഹം പാടിയിട്ടുള്ള ആ രാഗത്തിന്റെ ചില ഛായകൾ വരണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ ഇങ്ങനെ കമൽ സാറിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇത് ആദ്യം ട്രാക്ക് പാടി, അപ്പം അത് കമൽ സാർ കൊണ്ടുപോയിട്ട് അത് ഷൂട്ട് ചെയ്തു. അപ്പൊ ഈ സമയത്ത് അത്രയും ഈ നാഗ്രയിൽ ഈ പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കല്ലേ, അന്നൊക്കെ ഷൂട്ടില് നാഗ്രയിലല്ലേ. അപ്പൊ ഇങ്ങനെ കേട്ട് 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 കമൽ സാർ എന്റെ ശബ്ദവുമായിട്ട് ആ പാട്ട് ഇങ്ങനെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കമൽ സാറിനോട് പറഞ്ഞു, സാർ അപ്പൊ നമുക്ക് പാടിക്കണ്ടേ? അപ്പൊ സാർ ചോദിച്ചു, ആര് പാടുന്ന? അത് ജയൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അത് എനിക്ക് പോരാ, അത് അങ്ങനെ പോരാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, അല്ല അത് തന്നെ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ നന്നാക്കി പാടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി കുറെ സംഗതികളും കൂടെ അതിനോട് ചേർത്ത് വേറൊരു രൂപത്തിൽ ഞാൻ കമൽ സാറിനെ കേൾപ്പിച്ചു. അപ്പൊ സാറിങ്ങനെ ഇരുന്നിട്ട് സാറ് പറഞ്ഞു, ഇതല്ല എൻ്റെ പാട്ട്, നേരത്തെ പാടിയതാണ് എൻ്റെ പാട്ട്. അപ്പൊ ശരിക്കും ഒറിജിനലായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ ട്രാക്ക് പോലെ പാടിയ ഒരു ഇത് തന്നെയാണ്, ആ ട്രാക്ക് തന്നെയാണ് ഒറിജിനലായിട്ട് വന്നത്. രണ്ടാമത് കുറച്ചും കൂടെ അതിനെ നന്നാക്കി എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആക്കി ഇമോഷണലി എന്നാണ് കമൽ സാർ കണ്ടത്. അപ്പോൾ ആ ക്യാരക്ടർ വരുന്നത് ആദ്യം പാടിയതിലാണ്. അപ്പോൾ കൂടുതൽ മ്യൂസിക്കൽ ആക്കുന്നതിലല്ല, അതിന് ഇമോഷൻസ് ഏത് രീതിയിൽ കൊണ്ടുവരുന്നതിലാണ് ഈ പാട്ടിന്റെ ഘടന വേണ്ടത് എന്ന് കമൽ സാർ എനിക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. അപ്പൊ അത് ഒരിക്കലും മറക്കാത്ത. അപ്പോൾ താങ്ക്സ് ടു കമൽ സാർ ഈ പാട്ടിന് എല്ലാ കാലത്തും ലോകത്ത് എവിടെ പോയാലും ഈ പാട്ടിന്റെ പേരിൽ എന്നെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളത്. ഇല്ലില്ല, അത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും അത് ഒരു പ്രൊമോ വീഡിയോ ഉണ്ടാക്കുന്ന മലയാളത്തില്. അപ്പൊ അത് കംപ്ലീറ്റ് മഴയത്ത് തന്നെ ചിത്രാഞ്ജലിയിൽ ഷൂട്ട് ചെയ്ത്, മഴ കൊണ്ട് ഒരു രാവിലെ തൊട്ട് രാത്രി വരെ മഴ കൊണ്ട് ഫിലിമിലില്ല അത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊമോ വീഡിയോ, പ്രൊമോ സോങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആദ്യമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ വന്ന ഒരു പാട്ടും കൂടിയാണ്. പക്ഷെ ആ വീഡിയോ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഇല്ല, എവിടെയും കിട്ടുന്നില്ല ആ വീഡിയോ. ആ വീഡിയോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു തരണം കേട്ടോ. എന്റെ ഉണ്ടായിരുന്നു കുറെ വർഷം മുമ്പേ. പക്ഷെ ആ വീഡിയോ ഇപ്പൊ കണ്ടാൽ എല്ലാവരും ട്രോൾ ചെയ്യും. ആ രീതിയിലാണ് എന്റെ വീഡിയോ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കഥ. കൂടുതൽ അതിനെ പറ്റി പറയണ്ട. അതിനെ പറ്റി പറയുന്നത് നല്ലതല്ലേ. അന്ന് കമൽ സാർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് നമുക്ക് ആ പാട്ടിനൊരു സ്റ്റേറ്റ് അവാർഡ് വന്നു. എല്ലാവർക്കും എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടായി മാറി. ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.